നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിരുന്നുകാരെ വഴിക്കരുത്. ദുർനിമിത്തങ്ങൾ കാട്ടി തിരിച്ചയക്കണം. അതെ, ചേച്ചി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അമ്മയ്ക്കിപ്പോ എല്ലാ ആഹാരം കഴിക്കാം. ഞാനിനി മുതൽ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കൊടുത്തോളാം. അതൊന്നും വേണ്ട അഭി, 2 ദിവസം കൂടിയല്ലേ വേണ്ടൂ. അമ്മ വൃത്തിയും രുചിയുള്ള ആഹാരം കഴിക്കട്ടെ. ആ, അഭി റെഡിയായോ? എന്നാ ഞാൻ കൊണ്ടുവിടാം. അതാവുമ്പോ എനിക്കൊന്ന് അമ്മയും കാണാമല്ലോ. അതെ, എനിക്കും അനിതേരെ അമ്മേനൊന്നും കണ്ടാ കൊള്ളാന്നുണ്ട്. അച്ഛാ, എങ്കിൽ അച്ഛനെ ശബരിയേട്ടനോടി വൈകിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം സന്ദർശകർക്ക് കയറി കാണാൻ അപ്പോഴേ പെർമിഷൻ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ വൈകിട്ട് വരാം. അച്ഛനെന്തായാലും ഹോസ്പിറ്റലിൽ പോയി അനന്തേട്ടത്തിൽ അമ്മയെ കാണണ്ട. അവർ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയിട്ട് നമുക്ക് പോയി കാണാം. ഈ വീട്ടിലേക്ക് കുറെ ദൂരം യാത്രയില്ലേ ശബരി? ഇതാവുമ്പോ അല്ല അച്ഛാ, അത് ഞങ്ങൾ ഉടനെ അമ്മയെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. സർജറി കഴിഞ്ഞ പേഷ്യന്റ് 1 മാസമെങ്കിലും ഹോസ്പിറ്റലിനടുത്ത് തങ്ങുന്നതാണ് നല്ലതെന്നാ ഡോക്ടർ പറയുന്നേ. അഭി 1 മാസത്തേക്ക് റെന്റിന് വീടോ ഫ്ലാറ്റോ കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. കിട്ടിയാ അമ്മയെ അങ്ങോട്ടേക്കായിരിക്കും മാറ്റുന്നത്. ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ട് നിങ്ങൾ ആരും എന്താ എന്നോടൊരു വാക്ക് പറയാതിരുന്നേ? ഫ്ലാറ്റ് നോക്കാൻ ബ്രോക്കറെ ഏൽപ്പിച്ചിരിക്കുകയാണോ അഭി? ബ്രോക്കറെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. അവർക്ക് വലിയ കമ്മീഷനൊക്കെ കൊടുക്കണ്ടേ. ഞാൻ ഓൺലൈനിൽ ട്രൈ ചെയ്യുന്നുണ്ട്. ആ ശരി, ഞാനും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം. കമ്പനിയിലെ ഒരു സ്റ്റാഫിന്റെ വീട് ആ ഹോസ്പിറ്റലിന്റെ അടുത്തുണ്ട്. അവനറിയാൻ പറ്റുമായിരിക്കും. 1 മാസത്തെ കാര്യല്ലേ ഉള്ളൂ. ഇനി അതിനായിട്ടൊരു വീടെടുക്കണോ? അനിതേരെ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പോരെ ശബരി? അനിതേരെ മുറിയില് അവൾക്കും അമ്മയ്ക്കും കെടുക്കാലോ. ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിൽ വലിയ ദൂരമില്ല. ആ, ഇനി അതിന്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. ഇപ്പൊ തന്നെ അച്ഛനും തീരെ സുഖമില്ല. അതിന്റെ കൂടെ ഒരു രോഗി കൂടി വന്നാ ഈ വീടൊരു ധർമാശുപത്രി പോലെ ആകുമല്ലോ. എന്റെ മോളെ, ഈ രോഗില്ലേ, ആർക്കും എപ്പോ വേണമെങ്കിലും വരാം. ആ സമയത്ത് ആരൊക്കെ സഹായത്തിനുണ്ടാകുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ആവുന്ന കാലത്ത് ആവുന്ന സഹായം ചെയ്താൽ ആവതില്ലാത്ത കാലത്ത് ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തുണ്ടാവും. മനസ്സിലായോടി? ഇത് അച്ഛന്റെ വീടല്ലേ വാസന്തി?
അപ്പൊ അച്ഛൻ അച്ഛന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നമുക്കെന്താ അതില് കാര്യം? നിനക്ക് നിന്റെ ഭാര്യയേക്കാൾ ബുദ്ധിയും വിവേകം ഉദിച്ചല്ലോ ധന. അതെന്തായാലും നന്നായിട്ടോ. അബി, നീ വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാൻ നോക്ക്. കുഞ്ഞമ്മയ്ക്ക് വീട്ടിൽ പോകണ്ടല്ലേ? എന്നാ ശരി ചേച്ചി. ശബരിയേട്ടാ, എന്നാ ഞാൻ പോട്ടെ. ആ, ഞാൻ വിടണ്ടല്ലോ അല്ലേ? വേണ്ട ഏട്ടാ, ഞാനൊരു ഓട്ടോ പിടിച്ചു പോക്കോളാം. ശരി, പോട്ടെ ചേ. അതെ, വീടിന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. ഒന്നും നടന്നില്ലെങ്കിൽ ഇതല്ലെങ്കിൽ വേറൊന്നും നമുക്ക് ശരിയാക്കാം. എന്താ? ശരി. ശബരി, നിന്റെ കമ്പനിയില് ധനേട്ടന് പകരം വേറെ ആളെ എടുത്തോ? ഇല്ല, ആ തസ്തിക ഇനി വേണ്ടെന്ന് വെച്ചു. ഓ, എന്താ ചേച്ചി ചോദിച്ചേ? ഏയ്, ധനേട്ടൻ സ്വന്തമായി ചെറിയ രീതിയിൽ എന്തെങ്കിലും ബിസിനസിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് തുടങ്ങിയ ശേഷം കമ്പനിയിലേക്ക് വിളിച്ചാ പിന്നെ ധനേട്ടന് വരാൻ പറ്റിയെന്ന് വരില്ല. വേണ്ട ചേച്ചി, അളിയൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി വലിയ ആളാവട്ടെ. ഞങ്ങൾ തമ്മിൽ ഇനി ഒത്തുപോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതിന് സ്വന്തമായിട്ട് ബിസിനസ് നടത്താനുള്ള പണമൊക്കെ നിന്റെ ഭർത്താവിന്റെ കയ്യിലുണ്ടോ വാസന്തി? അതോ അതും അളിയൻ സഹായിക്കേണ്ടി വരുമോ? അച്ഛൻ എന്നെ അങ്ങനെ ഒന്നും താഴ്ത്തി കെട്ടണ്ട. ശബരി തുടങ്ങിയത് എങ്ങനെയാണെന്ന് എനിക്കറിയാവുന്ന കാര്യമില്ല അച്ഛാ. അതുപോലെ തന്നെ ഒരു അടിത്തറയിടാനുള്ള കാശൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട ധനേട്ടാ. ശബരിക്ക് നിങ്ങളുടെ സേവനം ആവശ്യമില്ലാത്ത സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മുടെ വഴി. നിങ്ങൾ വാ, വന്നേ. ഇനി അവന്റെ കയ്യിലുള്ള പണം ആ 1,00,000 രൂപയാവോ? അവൻ സ്വന്തമായി എന്തോ തുടങ്ങുന്നെന്ന് ഞാൻ വേണമെങ്കിൽ അവനോട് പോയി ചോദിക്കാം. അച്ഛനൊന്ന് അടങ്ങിയിരുന്നേ. ആ കേസ് ഞാൻ കൈകാര്യം ചെയ്തോളാന്ന് അച്ഛനോട് പറഞ്ഞതല്ലേ? അത് എനിക്ക് വിട്ടേക്കച്ച. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ പോയി കിടക്കട്ടെ. രഘുവേട്ടാ, അത്യാവശ്യമുള്ള മാത്രം ഇപ്പൊ എടുത്താൽ മതി. ബാക്കിയുള്ളത് വീണ്ടും വന്ന് എടുക്കാം. ഞാൻ കോളേജിൽ പോകുമ്പോ വേണ്ടതൊക്കെ എടുത്തത്. അതൊക്കെ പോയ ഉടനെ വേണ്ടതല്ലേ രഘുവേട്ടാ? അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുട്ടികൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ തന്നെ എടുക്കുന്നത് രഘുവേട്ട നല്ലത്. അവരുടെ കാര്യങ്ങൾക്ക് ഒരു മുടക്കവും വരുത്തണ്ടല്ലോ. രഘുവേട്ടാ, ഇതേ അച്ഛന്റെ ബാഗാ. അച്ഛൻ ഇരിക്കുന്ന സീറ്റിൽ വെച്ചാ മതി. ഇതെന്താ, അമ്മാന് വേറൊന്നും എടുക്കാനല്ലേ? അച്ഛൻ അമ്പലത്തിൽ പോകുമ്പോ ഇത് എന്നെ ഏൽപ്പിച്ചത്. എനിക്ക് തോന്നേ അച്ഛൻ തറവാട്ടിൽ താമസിക്കുന്നില്ലെന്നാ. പഞ്ചരത്നം വീട് വിട്ടു പോകാൻ അച്ഛന് പറ്റില്ല. അയ്യോ, എങ്കിൽ രഘുവേട്ടൻ എപ്പോഴും തറവാട്ടിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് പേടിയാ. നീ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാ. അമ്മാവൻ അമ്പലത്തിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ചേച്ചി ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? പഴയ പെട്ടിയൊക്കെ എന്തിനാ ചേച്ചി തറവാട്ടിൽ കൊണ്ടുപോകുന്നേ? ഇത് ഇവിടെ വെച്ചാ പോരെ? പോരാ, എന്റേതെല്ലാം ഞാൻ കൊണ്ടുപോവാ. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ഇത്രയൊക്കെ വെറുക്കാൻ ഈ വീട് ചേച്ചിയോട് എന്ത് ചെയ്തു? മടുത്തു, അത് തന്നെയാ, വേറെ ഒന്നുമില്ല. ഇതെന്താ, എല്ലാം കെട്ടിപ്പറിക്ക് വീട് വിട്ടു പോവാണോ നീ? ഈ പഴയ പെട്ടിയിൽ വല്ല നിധിയും സൂക്ഷിച്ചിട്ടുണ്ടോ നീ? ഇത് ഇവിടെ ഇരുന്ന എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമുണ്ട്. ഞാൻ സൂക്ഷിച്ച പഴയ സാധനങ്ങളൊക്കെ എനിക്ക് നിധി തന്നെയാ. അല്ല, ഞാനിത് കൊണ്ടുപോകുന്നതല്ലേ ചേച്ചിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അയ്യോ, എനിക്കൊരു നഷ്ടമില്ലേ. ഇതെല്ലാം കൂടെ ആ വണ്ടിയിൽ കേറൂ നോക്ക് ആദ്യം. അതെ, ആ വണ്ടിയിൽ കൊണ്ടില്ലെങ്കിലേ ഞാൻ ഇനി വേറെ വണ്ടി വിളിച്ചോളാം. എടി, നീ ആരടി? അനന്തമാഷിന്റെ മോള് തന്നെയല്ലേ? അല്ലാതെ വല്ല തുക്കിട് സാഹിബിന്റെ മോളൊന്നും അല്ലല്ലോ.
എടി നിന്റെ കൊച്ചെവിടെടി? അതിനിടയ്ക്ക് ഉണ്ണിക്കുട്ടനെ നീ ഒരുക്കിയോ? അത് അവന് ചീരി വെച്ച് ഒരുക്കിക്കോളാന്ന് പറഞ്ഞു. ആ മുറിയിലുണ്ട്. അയ്യോ ഭാഗ്യം. പെട്ടി ഒരുക്കുന്നതിനിടയിൽ കുട്ടി എടുക്കാൻ മറക്കണ്ട. എടി, ആ എന്തിനടി ഇളിക്കുന്നേ? അത്രയ്ക്ക് വലിയ കോമഡിയാണ് അവര് പറഞ്ഞത്. ഓ, ഈ വീട് മൊത്തം നെഗറ്റീവാ. ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരേണ്ട അവസ്ഥ ഉണ്ടാക്കല്ലേ എന്റെ ദൈവമേ.